walk beside you? Will I give my heart away? ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരവും ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായിക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞുകയും മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണന മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യമുതൽ നിന്നെ പ്രതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവേ ദൈവം നമ്പുരാനേ, അങ്ങയുടെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും വത്സന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ദൈവമേ നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. പാപങ്ങൾ നിന്നോട് പാക്കണമേ. എന്റെ നാളിന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. പാപം ചെയ്തു, നിന്റെ തിരുമുമ്പത്തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ അതിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായത്തിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങൾ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഇഷ്ടപ്പെട്ടു, ഞാൻ ഇതിന്റെ രഹസ്യങ്ങൾ എന്നെ അറിയിച്ചു. എന്റെ സ്വഭാവം നിങ്ങൾ കളിക്കണമേ. ഞാൻ വേണ്ടി പാകപ്പെടും. അതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ. കുറച്ചുമതിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തനാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപം നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളെ ഒക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, വെളിപ്പെടുന്ന ഹൃദയത്തെ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ പുതുതാക്കണമേ. നിന്റെ തിരുമുഖം എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എടുക്കുകയും വരുതേ. നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരികെ തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവ് എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരൻ നിന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതത്തിൽ രക്ഷിക്കണമേ. എന്റെ നാവിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അതിരുകൾ എനിക്ക് തുറക്കണമേ. എന്റെ വായ് നിന്റെ സ്തുതികളെ പാടും. എന്തെന്നാൽ ബലികൾ നീ മനസ്സായില്ല, ഹോമബലികൾ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു.
ദൈവം തുടങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. സിയോനോട് നന്മ ചെയ്യണമേ, യെരൂശലേമിന്റെ മന്ദിരങ്ങളെ പണിയണമേ. അപ്പോൾ നീതിബലികളിലും ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളുകൾ ബലിയായി കരേറും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ച നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ മക്കളെ സംയോജിപ്പിക്കുകയും തന്മൂലമായ ഇഷ്ടകാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യത്തക്കമുള്ള ഐകമത്യത്തിലുണ്ടാവുകയും ചെയ്യണമേ. Ramon
todo disorokulo sororo tubulo botel. Amino iskul ispan puledu nistoredu nasi. വിചാരിയപുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിചാരിത്താൽ അവളെ വെടിപ്പാക്കി ഭൗമിക സഭയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ വിശ്വാസികളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും ശ്രീഹന്മാരെയും സലോക്ഷങ്ങളെയും ക്ഷണിച്ചവനായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിരവാഴ്വിന്റെ ഈ സമയത്തും സകലപെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഉടയവനെ ഇഷ്ടകാലം മുഴുവനിലും സ്തുതി ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബർക്കുമോ ബഗ്ലുംയോ സ്വധായാൻ ലോൽമി ബർക്കുമോർ മനുഷ്യരുടെ സർവ്വവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന് അവയ്ക്ക് അധീനനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമർത്ഥനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുമായ ദൈവമേ, നീ അനശ്വരമാകുന്ന വെടിപ്പുള്ള ഓരോന്നും അനാധീനമാകുന്ന നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കി കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നുള്ളതാവുന്ന അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചുപോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങളെ നൽകി പരിമളവാസന കൊണ്ട് ദൈവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യം കൊണ്ട് നിറവരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മൗത്ത വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന്റെ വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമാവുന്ന നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയുടെ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയതാം കൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹന്മാർ മൂലക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരത്തിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യാമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ അവിടുത്തെ മഹാപുരോഹിതൻ ആശീർവദിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാകുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാവ് നീ മണവാളനും പുത്രിയായി മണവാട്ടി ജ്ഞാനസമ്പൂർണ്ണരും നിറവുള്ളവരുമായി തീരുവാനിടയാകണമേ. കർത്താവേ, ഇവിടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും ക്ലേശത്തിൽ നിന്നും അകന്നിരിപ്പാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമാവും നീ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇറിന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലെ കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെ പാപങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്ന് തൃപ്തി വരാത്ത വിധം ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധരുമായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോ ഹോശോ അബുലിസ്ബാലോൽമീ
പരസ്പരം വിവാഹിച്ചം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന് മധ്യസ്ഥനായി നീങ്ങിയിരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസല്യം നടപടികളാകുന്ന മറ്റൊരു പരിമളം യേശുവാൻ ഇവരെ യോഗ്യരാക്കി തീർക്കണമേ. ദൈവമേ, ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരപരിതമല്ലാത്ത ഐകമത്യവും ഈ മക്കളിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് നീ സമ്മതി നൽകണമേ. സ്തുതി സ്തോത്രം കരേറ്റുമാറാകണമേ. ബാറക്കുമോ ഹോശോ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള ഈ മോതിരത്തോടു കൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ വലക്കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോട് കൊണ്ട് ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലത്തുകൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്നേഹന്മാരിൽ എന്ന പോലെ ആചാരന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ. തന്റെ അഭിഷിക്തം മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോട് കൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിന്റെയും റബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാകട്ടെ. മണവാളിനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും
തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിതങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറി പരിപാകതയും ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹപൂർണവുമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ബാറക്കുമോ ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. നിന്റെ വിജയ ശ്രീവായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളുകയും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെയും മേൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ബാറക്കുമോ ഹോശോ ബഗോലസ്വാൻ ലവൽമീ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി ദൈവം തമ്പുരാൻ പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. മോതിരവാഴുവിന്റെ ശുശ്രൂഷ അവസാനിച്ചു. കിരീടം വാഴുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അത്രയും ആദരണീയനായ വന്യ എസ് വർഗീസ് കോറത്തിസ്കോപ്പ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൻ്റെ ഹിതപ്രകാരം പരിശുദ്ധ സഭയുടെ ഉദാശയിലൂടെ ദൈവം ഇന്ന് സംയോജിപ്പിക്കുന്ന വാത്സല്യ മക്കളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രിയപ്പെട്ട അഖിലിൻ്റെയും സ്നേഹയുടെയും വിവാഹ കൂദാശ സർവശക്തനായ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഇവിടെ നിറവേറ്റപ്പെടുമ്പോൾ ഈ മക്കളെ ഓർത്ത് നമ്മോടൊരുമിച്ച് സ്വർഗവും സന്തോഷിക്കുകയാണ്. യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവനൊരു പങ്കാളിയെ നൽകുവാൻ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും അവൻ്റെ മുൻപിലൂടെ നടത്തുന്നതായി ഉൽപ്പത്തി പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു.
തക്കതായ തുണയെ കണ്ടെത്തുവാൻ കഴിയാതെ വിഷമിക്കുന്ന ആ മനുഷ്യന് അവൻ്റെ ഒരു വാരിയിലെടുത്ത് ദൈവം ഒരു പങ്കാളിയെ സൃഷ്ടിക്കുന്നു. ആ പങ്കാളിയെ കാണുന്ന മനുഷ്യൻ പറയുന്ന വാക്കുകൾ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്, എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും എന്നാണ്. അഖിലിൻ്റെ ജീവിത പങ്കാളിയായി ദൈവം സൃഷ്ടിച്ച് നൽകിയിരിക്കുന്ന ഈ മകളെ, സ്നേഹയുടെ ജീവിത പങ്കാളിയായി നൽകിയിരിക്കുന്ന ഈ മകനെ സഭയുടെ കൂദാശയിലൂടെ ഇന്ന് ദൈവം സംയോജിപ്പിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുന്നത് കൊണ്ടാണ് ഇന്ന് സ്വർഗത്തിലെ ദൈവവും നമ്മളോടൊരുമിച്ച് സന്തോഷിക്കുന്നത്. ഈ വാരിയിലെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ചു എന്നതിന് മാത്യു ഹെൻറി എന്ന് പറയുന്ന വേദശാസ്ത്രജ്ഞൻ ഒരു നല്ല വ്യാഖ്യാനം കൊടുക്കുന്നു. അദ്ദേഹം പറയുന്നത്, കാലിലെ അസ്ഥി എടുത്ത് സൃഷ്ടിച്ചില്ല, തലയിലെ അസ്ഥി എടുത്ത് സൃഷ്ടിച്ചില്ല. കാലിലെ അസ്ഥി നല്ല സ്ട്രോങ്ങാണ്, അതെടുത്തില്ല. തലയോട്ടി നല്ല സ്ട്രോങ് ആണ്, അതും എടുത്തില്ല. അദ്ദേഹം പറയുന്ന വ്യാഖ്യാനം, കാലിലെ അസ്ഥി എടുത്ത് സൃഷ്ടിക്കാത്തത് പുരുഷൻ സ്ത്രീയെ ചവിട്ടി മെതിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തലയിലെ അസ്ഥി എടുത്ത് സൃഷ്ടിക്കാതിരുന്നത് സ്ത്രീ പുരുഷൻ്റെ തലയിൽ കയറിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വാരിയല്ല എന്ന് പറയുന്ന ഹൃദയത്തോട് ചേർന്നിരിക്കുന്നതാണ്. തൻ്റെ ജീവിത പങ്കാളിയുടെ സ്ഥാനം തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം സൃഷ്ടിയുടെ ആരംഭത്തിങ്കലെ സൃഷ്ടാവ് അങ്ങനെ ക്രമീകരിച്ചു എന്ന് അദ്ദേഹം മനോഹരമായ ഒരു വ്യാഖ്യാനം കൊടുക്കുമ്പോൾ വളരെ അർത്ഥപൂർണമായൊരു സംഗതിയാണ്. ദൂര സ്ഥലത്ത് വാരിയല് തപ്പി നടന്നിട്ടാണ് അവസാനം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ സ്ഥാനത്ത് ഉണ്ടോ എന്നുള്ളത്, പങ്കാളി ഉണ്ടോ എന്നുള്ളതൊക്കെ ഇടയ്ക്കൊന്ന് നോക്കി മുന്നോട്ട് പോകുമ്പോഴാണ് അതെല്ലാം അനുഗ്രഹകരമായി തീരുന്നത്. വിവാഹം ഒരു കൂദാശയാണ്. നമുക്കറിയാം, കൂദാശ എന്ന് പറയുമ്പോൾ അത് കാദീശോ എന്ന സുറിയാനി പദം, കാദോഷ് എന്ന് പറയുന്ന എബ്രായ പദം, അതിൻ്റെ അർത്ഥം വിശുദ്ധമായത്, അശുദ്ധമായതിൽ നിന്ന് വേർതിരിച്ച്. കുടുംബജീവിതം എന്ന് പറയുന്നത് വിശുദ്ധമായ ജീവിതത്തിനുള്ള വിളിയാണ്. പലപ്പോഴും വിശുദ്ധന്മാരും ശുദ്ധിമതികളും ഒക്കെ നമ്മൾ അവരെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജീവിത പന്ഥാവിലേക്കുള്ള വിളിയാണ് കുടുംബജീവിതം. ഏത് വിശുദ്ധനോ ശുദ്ധിമതിയോ അവരെല്ലാം ജനിച്ചത് ഒരു കുടുംബത്തിലാണ്. മാതാപിതാക്കളുടെ വിശുദ്ധമായ ജീവിതവും അവരുടെ പ്രാർത്ഥനാനിർഭരമായ ജീവിതവും അതാണ് വിശുദ്ധന്മാരെയും ശുദ്ധിമതികളെയും ഒക്കെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യനായത് ഒരു കുടുംബത്തിലേക്കാണ് വന്നത്. ആ കുടുംബജീവിതം അത്രമാത്രം പരിപാവനവും ശ്രേഷ്ഠവുമായതുകൊണ്ട് അതിലേക്കുള്ള ഒരു വലിയ വിളിയാണ്. വിശുദ്ധമായൊരു ജീവിതം നയിച്ച് വിശുദ്ധമായൊരു തലമുറയ്ക്ക് ജന്മം കൊടുക്കുവാൻ തക്കവണ്ണമുള്ള ശ്രേഷ്ഠമായൊരു വിളിയിലേക്കാണ് മക്കളെ ദൈവം ഇന്ന് വിളിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഒരു ഉടമ്പടിയുണ്ട്. അഖിലും സ്നേഹയും തമ്മിലുള്ള ഉടമ്പടിയുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് നടത്തുന്ന ഉടമ്പടിയുണ്ട്. നമുക്കറിയാം, ഒരു ഉടമ്പടിയുടെ അടിസ്ഥാന പ്രമാണം എന്താണ്? വിശ്വസ്തതയാണ്. ഏത് ഉടമ്പടി ഉണ്ടാക്കിയാലും ദ ഫെയ്ത്ത്ഫുൾനെസ്. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഉടമ്പടിയിൽ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ചാരയാണെങ്കിലും ദൂരെയാണെങ്കിലും സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും ജീവിതത്തിൻ്റെ അണുനിമിഷങ്ങളിലും അന്ത്യനിമിഷം വരെയും പരസ്പര വിശ്വസ്തതയിൽ ജീവിച്ചു കൊള്ളാമെന്ന് ഒരു ഉടമ്പടിയിലേക്ക് ഏർപ്പെടുകയാണ്. ആധുനിക ലോകത്ത് സ്ഥിരം നമ്മൾ കാണുന്നത് കേൾക്കുന്നതുമാണ് ദാമ്പത്യ കൊലപാതകങ്ങൾ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സാഹചര്യം കിട്ടുമ്പോൾ പങ്കാളിയൊക്കെ മനുഷ്യൻ മറന്ന് അവിടെ ആ ഉടമ്പടിയും വിശ്വസ്തതയും മറക്കുന്നതാണ്. അതുകൊണ്ട് എവിടെയായിരുന്നാലും, അടുത്താണെങ്കിലും അകലെയാണെങ്കിലും, എൻ്റെ ദൈവം തന്ന എൻ്റെ പങ്കാളി, ആ പരസ്പരമുള്ള വിശ്വസ്തമായ ഉടമ്പടിയിൽ നിങ്ങൾ നിൽക്കുമ്പോഴാണ് കുടുംബജീവിതം തെളിമയോടുകൂടെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ജീവിത പങ്കാളിയെ ആ സ്ട്രെങ്തോടും വീക്ക്നെസ്സോടും കൂടി അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവം തന്ന ഏറ്റവും വലിയ കൃപയും ദാനവുമാണ് ഇന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ദൈവത്തിൻ്റെ കരങ്ങളോട് നിങ്ങളുടെ കരങ്ങൾ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക. അനാവശ്യ കമ്പാരിസൺസ് നടത്താതിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ തോന്നും, അയലകത്തേക്ക് നോക്കുമ്പോൾ തോന്നും അതാ കുറച്ചുകൂടെ ബെറ്റർ. ഇതേപ്പോൾ പറയും, ഞാൻ ചേച്ചിനെ കണ്ടുപിടിക്കുക, ആ പെണ്ണെ കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ പറയും ആ ചേട്ടനെ കണ്ടുപിടിക്കും. അതിൻ്റെ അകത്ത് നടക്കുന്നത് എന്താണെന്ന് അവർക്കെല്ലാം അറിയാൻ പാടില്ല. നമുക്ക് നമ്മുടെ ദൈവം തന്ന ഏറ്റവും നല്ലതാണ്. ഈ ലോകത്ത് എന്തോരം ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാകുന്നു. അതിൽ നിന്ന് നിങ്ങളെ തമ്മിൽ
ദൈവം യോജിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പിനേക്കാൾ ഉപരിയായി ദൈവീകമായ ഒരു നിശ്ചയമുണ്ട്. അതുകൊണ്ട് ഇത് തന്നെയാണ് ദി ബെസ്റ്റ് എന്ന് പറയുന്നത്. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്നത് പോലെ ജീവിതകാലം മുഴുവനും ആ ചിന്തയിൽ എൻ്റെ ദൈവം തന്ന ഏറ്റവും വലിയ ആ കൃപയാണ് എൻ്റെ പാർട്ട്ണറിൻ്റെ ചിന്തയിൽ പോവുക. ചെറിയ ചെറിയ ഈഗോയും കോംപ്ലക്സും ഇതൊക്കെയാണ് പലപ്പോഴും ഒത്തിരി സൗഭാഗ്യം നഷ്ടപ്പെടുത്തി കളയുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും കരുതലോടുകൂടെ കോംപ്രമൈസ് ഏറ്റവും കുടുംബജീവിതത്തിൽ ആവശ്യമുള്ള ഒന്നാണ്. വിട്ടുവീഴ്ച മനോഭാവം, പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൊടുക്കാനുള്ള സന്നദ്ധതയോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ, കരങ്ങൾ ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ കരത്തോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. ഈ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ കൃപകൾ ദൈവം നൽകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട അഖിലുമായിട്ടുള്ളതായ എൻ്റെ ബന്ധം അനേക വർഷങ്ങളായുള്ള ഒരു സ്നേഹബന്ധവും സഭയുടെ മീഡിയാസെല്ല്, സഭയിലത് അങ്ങനെ ആദ്യമായിട്ടൊരു സംഗതി രൂപം കൊടുക്കുമ്പോൾ അതെന്താണെന്ന് പോലും ഒരു നിശ്ചയമില്ലാതിരുന്ന കാലമുണ്ടായിരുന്നു. ആ സമയം മുതൽ, ആദ്യകാലം മുതൽ വിശ്വസ്തയോടുകൂടെ, വളരെ സമർപ്പണത്തോടുകൂടെ, ഒരു പ്രതിഫലേച്ഛയും കൂടാതെ തൻ്റെ സമയവും തൻ്റെ കഴിവുകളും എല്ലാം തൻ്റെ സഭയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആ സമയത്ത് അതിൻ്റെ കാര്യങ്ങളിലെല്ലാം ചേർന്ന് നിന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും എൻ്റെ ഒരു സ്വന്തം അനുജനെ പോലെ ഞാൻ കരുതി സ്നേഹിക്കുന്ന ഒരു മകനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വിവാഹ കുദാശയിൽ വരാൻ ഞാൻ ഇടയായത്. മോൾക്കും എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് രണ്ടുപേർക്ക് സർവശക്തനായ ദൈവത്തിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് വന്നിയ വൈദിക ശ്രേഷ്ഠരോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. ഇപ്പോൾ കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ദൈവമായ കർത്താവേ, അനശ്വരമായ വിരുന്നിന് മഴവില്ലാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ അങ്ങയുടെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലുമിടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശോ
ദിവ്യകൽപ്പനകളുള്ള ആനന്ദം ഇവരെ നിറയ്ക്കണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ അങ്ങേക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യണമേ. ബാറക്കുമാർ
ശപിക്കപ്പെട്ടവനായ സാധാരണ ദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും അവരെയും നിന്റെ ആത്മീയ മന്ദിരത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളെ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിലെ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതി കൊണ്ടുവരുവാകുന്നുവല്ലോ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുന്നു. വെള്ളത്തെ മേൽക്കലും വീഞ്ഞായി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായുള്ളവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുന്ന ഈ നിന്റെ മക്കളെ സർവ്വതും അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കാരുണ്യവാനെ, കരുണയും ദയയും നിറഞ്ഞതായ നിന്റെ വലത്തുതിർക്കടികളുടെ മേൽ അവസിപ്പിക്കണമേ. ആത്മീയമായ മണ്ണവറയിൽ ഈ മക്കളെ നീ സന്തോഷിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുന്ന കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള അതിരിന് ഈ മക്കളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവിടെ നിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോർ ഹോശോ വബുറസ്ബാൽ Shall
സർവദാ സർവത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മശിഹായുടെ സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിന് എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ മശിഹാ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. പുരുഷന്മാരെ, മശിഹ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. സഭയെ ജലത്തിലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും വേണ്ടുവണ്ണം ശുദ്ധീകരിക്കുവാനും കുറ്റമോ കുറവോ തുല്യങ്ങളായ മറ്റു വല്ലതുമോ കൂടാതെ നിർമ്മലയും വിശുദ്ധിയുമായ തേജസ്വിനിയായി ശുദ്ധീയാക്കുവാനുമായിട്ട് സഭയ്ക്കായി വിശ്വാസപ്രാണനെ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദോഷിക്കുന്നില്ലല്ലോ. പിന്നെയോ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളും മാംസസംബന്ധികളും അസ്ഥിസംബന്ധികളുമാകുന്നു. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ടുപിരിഞ്ഞ് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ആമീനായി വാർക്കുമോ. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരുടെ രോഗികളെ താൻ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷിക്കുവാനായി പരീശന്മാരോടൊത്ത് ചെന്ന് ഏതൊരു കാരണവശാലെങ്കിലും ഒരുവന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്നും നിങ്ങൾ
വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ആയതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം നിമിത്തമല്ലാതെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും അപ്രകാരം തന്നെയാകുന്നു. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം കൽപ്പിച്ചു, പ്രത്യേകമായി വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ലെന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ച് അരുളി ചെയ്തു. See
ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയമായ ഒരു ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ ശിവ യഥാർത്ഥമായ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. വിശുദ്ധാത്മ സഭയിൽ എന്നപോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതുകൈ വന്ന നിങ്ങളെ ആവശ്യിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോട് കൂടെ ഇരുന്ന്
ആകുൽദർസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ സൂര്യയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും, ഇസ്ഹാക്ക് യാക്കോബിലും, യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച വരികയും ഭൂമിയിൽ നിറയുവിനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമിയിൽ പാതിപ്പിക്കുന്ന സർവ്വ സൽഗുണങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. എന്റെ പിതാവിന്റെ ദൈവം എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും വന്യപിതാവിന്റെ തൃക്കരങ്ങളാൽ നിങ്ങളുടെ തലയിൽ ഇന്ന് വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്ത് കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികരേറ്റാം. Yes.
സ്തോത്രം ചെയ്യുക കർത്താവേ, ഇവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം. സർവ്വം കേട്ടി കൈക്കൊള്ളോരേ, പ്രാർത്ഥന കേട്ടി ആത്മാക്കളുടെ കൃപ ചെയ്യണം. വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഈ മക്കൾ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുൻപാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. ഹൃദയവിചാരങ്ങൾ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുൻപാകെ അല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ നാം നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം തമ്പുരാൻ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്തേക്കാവുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും ഒന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജന്യമായ പരിശുദ്ധ കന്യകമർത്തമറിയാമമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ള സർവവിശുദ്ധന്മാരുടെയും വിശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലതുകയും എന്നേക്കും നിങ്ങളിൽ ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങളിൽ ഓരോരുവരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ഈ മക്കൾക്ക് നൽകുന്ന ഉപദേശത്തിൽ നിന്ന് നിങ്ങളും ശ്രദ്ധിക്കും. ഈ മകൾ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഇവരുടെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കും. ആകയാൽ ഈ മകൻ ഈ മകളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യും. അവൻ നഗ്നായിരിക്കേണ്ടി വന്നാലും അവൾക്ക് ധരിപ്പാൻ കൊടുക്കണം. തൻ്റെ പ്രാണനെ പോലെ അവൾ അവൻ്റെ അടുക്കൽ വർദ്ധിക്കണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ഭക്ഷണം നൽകണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിക്കുവാൻ നൽകണം. ഈ മകളും ന്യായമായ പ്രകാരം ഈ മകന്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകും. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടെ അവൾ അവൻ്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകർക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോടൊന്നായിരിക്കുന്നവനും സകലവും തന്നാൽ നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസിലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുശുദ്ധരിക്കപ്പെട്ട് കഷ്ടം അനുഭവിച്ച് മരിച്ചു കിടക്കപ്പെട്ടു. മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെ മരിച്ചുപോയവരെ വിധിപ്പാൻ തന്റെ വലിയ മോദത്തോടെ ഇനിവരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുശിഹായ ഏക കർത്താവിനും സകലത്തെയും ജയിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബേന്മാരും ശ്ലേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായും
കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളേറ്റ് പറഞ്ഞ് മരിച്ചുപോയവരവനും പെരുമാറ്റ ലോകത്തിലെ പുതിയ ജീവനവാദ്യങ്ങൾ നോക്കി പാർക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ ഇളവറ്റ കൃപയാൽ ഈ മക്കളുടെ വിവാഹ കുദാശ ഇവിടെ അനുഗ്രഹീതമായി നിറവേറ്റപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ശാന്തിയും സമാധാനവും സ്വർഗീയ കൃപകളും നിറഞ്ഞ ദാമ്പത്യവും അനുഗ്രഹീത തലമുറകളെ കർത്താവ് ഈ മക്കൾക്ക് നൽകട്ടെ എന്ന് എത്രയും ആദരണീയനായ വന്യ കോറപ്പിസ്കോപ്പ് അച്ഛനോടും വൈദിക ശ്രേഷ്ഠരോടും ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ഈ മക്കൾക്ക് എല്ലാ ആശംസകളും ദൈവിക അനുഗ്രഹങ്ങളും നേരുന്നു. ഈ കുദാശ ഇവിടെ നിവർത്തിക്കുവാൻ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത ഇടവകയിലെ വികാരി അച്ഛന്മാർ, ഇന്ന് ഇതിൽ സഹകാർമ്മികത്വം വഹിച്ച പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠർ എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ മക്കൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ വിവാഹകുദാശയെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളെയും ആശ്വസിപ്പിക്കട്ടെ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ദൈവം തമ്പുരാനെ ബലഹീനമുള്ളതും കുറ്റമുള്ളതുമായ അടിയങ്ങളുടെ പ്രാർത്ഥനകൾ. When your legs don't work like they used to before, and I can't sweep you off of your feet, will your mouth still remember the taste of my love? Will your eyes still smile from your cheeks? Darling, I will be loving you till we're 70. And baby, my heart could still fall as hard at 23. And I'm